ആര്യങ്കാവ് എക്സൈസിനെതിരെ ഗുരുതര ആരോപണം. ചരക്ക് വാഹനങ്ങളിൽ നിന്നും കൈക്കൂലി വാങ്ങുന്നുവെന്നാണ് ആക്ഷേപം. പണം വാങ്ങി എക്സൈസ് മയക്കുമരുന്ന് കടത്തിനടക്കം സൗകര്യം ചെയ്തു നൽകുകയാണെന്നും എക്സൈസിനെ ചോദ്യം ചെയ്തതിന് തനിക്കെതിരെ കള്ള ആരോപണം ഉന്നയിക്കുകയാണെന്നും പഞ്ചായത്ത് മെമ്പർ മനു മത്തായിയുടെ പ്രതികരണം ആദ്യം. ഒരു 11 മണിയോടെ എൻ്റെ ഒരു കൂട്ടുകാരൻ അമ്മയുടെ ക്യാൻസറിന്റെ പൈസ കൊടുത്തിട്ട് ഭക്ഷണം കഴിക്കാൻ തിരിച്ചു വരുന്ന വഴിയിലാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ കൂട്ടം ചേർന്നുകൊണ്ട് ഇവിടെ അമിതമായി പിരിവ് നടത്തുന്നത്. കാരണം ഇവിടെ ഈ കഞ്ചാവും മറ്റു സാധനങ്ങളെല്ലാം ഈ മലക്കറി വണ്ടി അല്ലാത്ത വണ്ടിയിൽ ഇവർ പൈസ മേടിച്ചിട്ടാണ് ഇവർ വണ്ടി കടത്തി വിടുന്നത്. കാരണം ഇവർക്കെല്ലാം ഇപ്പോൾ മാസപ്പടി എല്ലാ ഈ പറയുന്ന മലക്കറി വണ്ടി അതേപോലെയുള്ള മറ്റു പാല് വണ്ടി എല്ലാ വണ്ടിയിൽ നിന്ന് മാസപ്പടി മേടിച്ചാണ് ലഹരി പദാർത്ഥങ്ങൾ ഉദ്യോഗസ്ഥരുടെ മെയിൻ ഒരു അഴിഞ്ഞാട്ടമായി മാറിക്കൊണ്ടിരിക്കുന്ന ആര്യങ്കാവിലെ ഈ എക്സൈസ് ഉദ്യോഗസ്ഥർ. ഞാൻ മദ്യപിച്ചെന്ന് പറയുന്നു, എന്നെ തെളിവെടുപ്പിന് കൊണ്ടുപോയിട്ടില്ല. യാതൊരു ഇതുമില്ലാതെ എന്നെയും എന്റെ പാർട്ടിയെയും വ്യക്തിഗത ചെയ്യുന്ന രീതിയിലാണ് ഈ എക്സൈസ് ഉദ്യോഗസ്ഥർ മൊത്തം ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാജ്കുമാർ കൂടി ചേരുകയാണ് വിവരങ്ങളുമായി. രാജ്കുമാർ, നോക്കൂ, ആര്യങ്കാവ് എക്സൈസിനെതിരെ ഗുരുതരമായ ആരോപണമാണ് ഇദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. കൈക്കൂലി വാങ്ങുന്നു എന്ന് മാത്രമല്ല, മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള കടത്തിന് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിനെതിരെ പ്രതികാര നടപടി സ്വീകരിച്ചു എന്നും പറയുന്നുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇതിൽ കഴിഞ്ഞ ദിവസം രാത്രി ഇദ്ദേഹം അതുവഴി വരുമ്പോഴാണ് ഇത്തപ്പള്ളി അതിൽ അദ്ദേഹത്തിന്റെ ബൈറ്റിൽ പറയുന്നത് പോലെ ഈ എക്സൈസ് ഉദ്യോഗസ്ഥർ ഇവിടെ ഈ മാസപ്പടി വാങ്ങുന്നതും കൈക്കൂലി വാങ്ങുന്നതും അനധികൃത കടത്തിന് കൂട്ടുനിൽക്കുന്നു എന്നുള്ള ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹം ഇവരെ ചോദ്യം ചെയ്യുന്നത്. ആദ്യത്തെ ആ ചോദ്യം ചെയ്യലിൽ അത് മുഴുവനും എക്സൈസ് തന്നെ ചിത്രീകരിച്ചത് മാധ്യമങ്ങൾക്ക് നൽകി തങ്ങളുടെ ജോലി തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു എന്നൊക്കെയാണ് എക്സൈസ് ആരോപിക്കുന്നത്. അതേസമയം തന്നെ 1.5 മാസം മുമ്പ് ഈ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ മാസപ്പടി കൈക്കൂലി വാങ്ങുന്നതിന്റെ ദൃശ്യങ്ങൾ കൈരളി ന്യൂസ് തന്നെ പുറത്തു വിട്ടു. ആ ഉദ്യോഗസ്ഥൻ ഇപ്പോൾ നടപടി സസ്പെൻഷനിലാണ്. ഇതൊരു വസ്തുതയാണ്. അവിടെ ഇതെന്നല്ല, ഏതൊരു സമയത്തും ഇതുപോലുള്ള ചെക്ക് പോസ്റ്റുകൾ, പ്രത്യേകിച്ച് ആര്യങ്കാവ് ചെക്ക് പോസ്റ്റിൽ ഇതുപോലെ അത് ഒരു എക്സൈസിൽ ഒതുങ്ങുന്നതല്ല. വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലുള്ള ഉദ്യോഗസ്ഥർ സംയുക്തമായി അവിടെ എല്ലാവരെയും നമുക്കതിൽ കുറ്റപ്പെടുത്താൻ കഴിയില്ല. ഈ കൈക്കൂലി വാങ്ങുന്നില്ല എന്ന തീരുമാനത്തിൽ നിൽക്കുന്നവരും അവിടെ ഉണ്ട്. പക്ഷെ അത്തരക്കാർക്കൊന്നും അവിടെ നിലനിൽപ്പില്ല. ഇത് ഈ എല്ലാ ഘട്ടങ്ങളിലും ഇതുപോലൊരു മാഫിയ പോലെ പ്രവർത്തിക്കുകയും ഇപ്പോ കല്ലും മണ്ണും ധാരാളമായി തമിഴ്നാട്ടിൽ നിന്ന് വന്നുകൊണ്ടിരുന്നു. അത് അവിടെയും പ്രശ്നമായി. ഇവിടെയും കൈക്കൂലിയും മറ്റ് മാസപ്പടി എന്നുള്ള പരാതി വന്നതിനെ തുടർന്ന് തമിഴ്നാട് ഗവൺമെന്റ് തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് കല്ലും മണ്ണും കയറ്റിവിടുന്നത് നിർത്തിക്കുകയും ചെയ്തിരുന്നു. അതിപ്പോൾ ഇവിടെ നമ്മുടെ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം പ്രതികൂലമായി ബാധിക്കുന്നുമുണ്ട്. അത് വേറൊരു സംഭവം. അതേസമയമാണ് ഇപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളിൽ ഇതുപോലുള്ള ജനപ്രതിനിധികളും നാട്ടുകാരും വ്യാപക പരാതിയുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ആ പരാതി ഇദ്ദേഹത്തെ ചോദ്യം ചെയ്തതിനാണ് ഇദ്ദേഹം മദ്യപിച്ചു എന്നൊക്കെ ആരോപിച്ച് അദ്ദേഹത്തെ അധിക്ഷേപിക്കുകയും മോശക്കാരനാക്കാൻ എക്സൈസിന് ശ്രമിച്ചത്. പക്ഷേ അങ്ങനെ മദ്യപിച്ച് ബഹളമുണ്ടാക്കിയിരുന്നുവെങ്കിൽ അദ്ദേഹത്തിനെ കസ്റ്റഡിയിൽ എടുക്കാമായിരുന്നു, ഇവർക്ക് വൈദ്യപരിശോധന നടത്താമായിരുന്നു. ഇതൊന്നും ചെയ്യാൻ അവർ തയ്യാറായതുമില്ല. ഇത് അനാവശ്യമായ ഒരു ആരോപണം ഉന്നയിച്ച് ഈ ചോദ്യം ചെയ്യുന്നവരുടെ ശബ്ദമില്ലാതാക്കാനാണ് ഇപ്പോൾ എക്സൈസിന്റെ ഭാഗത്തുനിന്നുള്ള ശ്രമം എന്ന് ഇതിൽ നിന്ന് വ്യക്തം. സിന്ധൂരി. ശരി രാജ്കുമാർ, ആര്യങ്കാവ് എക്സൈസിനെതിരെയാണ് ഈ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ചരക്ക് വാഹനങ്ങളിൽ നിന്നും വ്യാപകമായി കൈക്കൂലി വാങ്ങുന്നുവെന്നാണ് ആക്ഷേപം. രാജ്കുമാറാണ് വിവരങ്ങൾ നമ്മളോട് പങ്കുവച്ചത്.